ആഴമാർന്ന സ്നേഹമാണു നിൻ തിരുഹൃദയം, ആ മാറിലേക്ക് ചാഞ്ഞിറങ്ങട്ടെ എൻ ജീവിതം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. യേശുവിൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ഭാവം സ്നേഹമാണെങ്കിൽ ആ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അത് അവസാനം വരെ നിലനിന്നു എന്നതാണ്. തിരുവചനം പറയുന്നു, ലോകത്തിൽ തനിക്ക് സ്വന്തമായിരുന്നവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. ഈ അവസാനം വരെ സ്നേഹിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും പരാജയങ്ങളും നിരാശകളും തെറ്റിദ്ധാരണകളും മുറിവുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ സ്നേഹത്തിൽ നിലനിൽക്കുക വലിയൊരു വെല്ലുവിളിയായി തോന്നാറില്ലേ? അത്തരം സാഹചര്യങ്ങളിൽ യേശുവിൻ്റെ ഹൃദയത്തിലെ അവസാനിക്കാത്ത ആ സ്നേഹത്തെക്കുറിച്ച് നാം കൂടുതൽ ആഴത്തിൽ ചിന്തിക്കണം. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, യേശു നമ്മെ സ്നേഹിച്ചതുപോലെ അവസാനം വരെ സ്നേഹിക്കാൻ നമുക്കും കടമയുണ്ട്. വിവാഹ ജീവിതത്തിലായാലും സന്യാസ ജീവിതത്തിലായാലും നാം ഏറ്റെടുക്കുന്ന പ്രതിജ്ഞകളിൽ ഈ അവസാനം വരെ എന്ന ഭാവം വ്യക്തമായി അടങ്ങിയിരിക്കുന്നു. എന്നാൽ ഈ സ്നേഹത്തിൽ അവസാനം വരെ നിലനിൽക്കുക നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് ദൈവം നമ്മെ സഹായിക്കാൻ പരിശുദ്ധാത്മാവിനെ നൽകിയത്. തിരുസഭയിലൂടെ വിശുദ്ധ കുർബാനയും വിശുദ്ധ കുമ്പസാരവും മറ്റു കൂദാശകളും നമുക്ക് നൽകിയത്. പരിശുദ്ധാത്മാവിലൂടെ അവിടുന്ന് നമ്മുടെ ഹൃദയങ്ങളെ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുന്നു. കൂടാതെ സഭയിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന വിശുദ്ധ കുർബാന, കുമ്പസാരം തുടങ്ങിയ കൂദാശകളിലൂടെ ദൈവം നമ്മെ നവീകരിക്കുകയും സ്നേഹത്തിൻ്റെ വഴിയിൽ വീണ്ടും വീണ്ടും ഉയർത്തി നടത്തുകയും ചെയ്യുന്നു. വിശുദ്ധ കുർബാനയിൽ സ്നേഹത്തിൻ്റെ ഉറവയായ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോഴും കുമ്പസാരത്തിൽ അവിടുത്തെ കരുണ അനുഭവിക്കുമ്പോഴും അവസാനം വരെ സ്നേഹിക്കാനുള്ള പുതിയ ശക്തി നമുക്ക് ലഭിക്കുന്നു. അതിനാൽ യേശുവിൻ്റെ തിരുഹൃദയത്തോട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. തിരുഹൃദയ ഈശോയെ, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ഈ ലോകത്തിൽ ഞങ്ങൾക്ക് നൽകപ്പെട്ടവരെ സ്നേഹിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ബലഹീനതകളിൽ ഞങ്ങളെ താങ്ങണമേ. വിശുദ്ധ കുർബാനയിലൂടെയും കുമ്പസാരത്തിലൂടെയും ഞങ്ങളെ നിരന്തരം നവീകരിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ആത്മധൈര്യവും ആത്മശക്തിയും നൽകി സ്നേഹത്തിൽ വിശ്വസ്തരായി അവസാനം വരെ നിലകൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.